നിരത്തുകൾ കീഴടക്കാൻ രാജസ്ഥാനിൽ നിന്നും ബസ്സുകൾ എത്തുന്നു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സ്വകാര്യ ബസ് വ്യവസായം കേരളത്തിൽ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത്. യാത്രക്കാർ സ്വന്തം വാഹനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതും KSRTC പല റൂട്ടുകളിലേക്കും കടന്നു കയറിയതുമെല്ലാം വലിയ തോതിൽ സ്വകാര്യ ബസ് മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നുണ്ട്. ബസ്സുകളുടെ അറ്റകുറ്റപ്പണിയും ജീവനക്കാർക്ക് ശമ്പളവും നൽകി കഴിഞ്ഞാൽ പിന്നെ കാര്യമായ നീക്കിയിരുപ്പൊന്നും ഇല്ലെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി രാജസ്ഥാനിൽ നിന്ന് പഴയ ബസ്സുകൾ വാങ്ങുകയാണ് ബസ് ഉടമകൾ. പുതിയ ബസ്സുകൾ നിരത്തിലിറക്കുന്നതിന്റെ പാതി വിലയ്ക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്ത രാജസ്ഥാൻ ബസ്സുകൾ കേരളത്തിലെ നിരത്തിലിറക്കാൻ സാധിക്കുന്നു. രാജസ്ഥാനിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ 8 വർഷം മാത്രമാണ് ഓടിക്കാൻ സാധിക്കുക. അത് കഴിഞ്ഞാൽ ബസ് ഒഴിവാക്കേണ്ടി വരും. ഈ ബസ്സുകളാണ് ഇപ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ബസ്സുകൾക്ക് 7 വർഷം ഇവിടെ സർവീസ് നടത്താൻ സാധിക്കും. പുതിയൊരു ബസ് കേരളത്തിലെ നിരത്തിൽ ഇറക്കണമെങ്കിൽ 42 മുതൽ 50 ലക്ഷം രൂപ വരെ ചിലവ് വരും. നിർമ്മാണ ചിലവും ഇൻഷുറൻസും ബാക്കി ചിലവുകളും എല്ലാം കൂട്ടുമ്പോൾ വലിയ സംഖ്യയാകും. എന്നാൽ രാജസ്ഥാനിൽ നിന്നുള്ള 8 വർഷത്തിന് മുകളിലുള്ള ബസ്സുകൾക്ക് പരമാവധി വില 11 ലക്ഷം രൂപയാണ്. ഈ ബസ്സുകൾ നാട്ടിലെത്തിച്ച് ബോഡി കയറ്റുമ്പോൾ ചെലവ് 7 ലക്ഷം രൂപ വരെ ആകുന്നുള്ളൂ. എല്ലാ ചെലവുകളും കഴിയുമ്പോൾ 20 ലക്ഷം രൂപയിൽ താഴെ മാത്രമേ വരികയുള്ളൂ. 7 വർഷം സർവീസ് നടത്തി മുടക്കുമുതലും ലാഭവും നേടാൻ ബസ് ഉടമകൾക്ക് ഇതുവഴി സാധിക്കും. ഇതോടെ രാജസ്ഥാനിൽ നിന്നുള്ള ബസ്സുകൾ നാട്ടിലെത്തിച്ചു കൊടുക്കുന്ന സംഘങ്ങളും സജീവമായിട്ടുണ്ട്.